ഹായ് വിട്ടേരെ. അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വള്ളിപ്പയറാണ് എടുത്തേക്കുന്നത്. വള്ളിപ്പയറും പിന്നെ മുട്ടയും ഈ രണ്ട് സൈറ്റും വെച്ചുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ടൊരു സംഭവം ചെയ്യാം. ഒരു കറിയാണ്, ഒരു പ്രത്യേക രീതിയിൽ നല്ലൊരു വെറൈറ്റി ആയിട്ട് നമ്മളൊരു റെസിപ്പിയാണ് തയ്യാറാക്കാൻ വന്ന് കൂട്ടാരെ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാം ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ കണ്ടേക്കാം. ആദ്യം നമുക്കൊരു പാത്രം വെച്ച് ചൂടാകുമ്പോഴത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ടു. അതിനകത്തോട്ട് നമുക്ക് ഒരു സവാള, ഇനി നമുക്കൊരു 7-8 അല്ലി വെളുത്തുള്ളി നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് 2 തക്കാളിയും കൂടെ ഇത് കണക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കും. ഇതും കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി ഇറക്കി ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു കടായി വെച്ച് കൊടുക്കാം. കടായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കും. ഇനി നമ്മളതിൻ്റെ പയർ ഈ ഒരു രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. നമുക്കിത് ഇതുകൊണ്ടൊക്കെ തന്നെ അത് ഇട്ട് കൊടുക്കാം. ഇനി അതൊരു 2 പച്ചമുളക് കൂടെ മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിനകത്ത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 1/4 ടീസ്പൂൺ. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നോക്കി ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തുറന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അടുത്ത് നമ്മളുണ്ട് ഒരു ജാർ എടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയും തക്കാളിയും ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ പൊടി ഇട്ടു. ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പാകത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുക്കും. ഇനി നമുക്ക് ഇത് തുറക്കാം. തുറന്നിട്ട് ഇപ്പോൾ നമ്മൾ 3-4 പ്രാവശ്യം നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം പയർ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഇളക്കി ഒന്ന് വഴട്ടാം. ഇനി നമുക്ക് ഇതിനകത്ത് നമ്മൾ ആ ജാറൊന്ന് കഴുകിയ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് മുട്ട പൊടിച്ചൊടിക്കാം. ഞാനൊരു 3 മുട്ട എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളതിൻ്റെ ഒഴിച്ച വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മളിപ്പം ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഉണ്ടല്ലോ, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഏകദേശം നമുക്കിതാ ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്കിത് ഓഫ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് സൈഡ് ഡിഷായിട്ട് കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.